ഹലോ നമസ്കാരം. ALG ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാർച്ച് മാസത്തിൽ എന്തൊക്കെ വിത്തുകളാണ് പാകേണ്ടത് എന്ന് നോക്കാം. മാർച്ച് മാസത്തിൽ ഉറപ്പായും വളർത്തേണ്ട ഒരു വിളയാണ് ചീര. ജനുവരി മുതൽ മെയ് വരെ നല്ല അടിപൊളിയായിട്ട് ചീര വളരും കേട്ടോ. വിത്തുകൾ പാകി മുളപ്പിച്ച് ചെടികൾ ഈ ഒരു പ്രായമാകുമ്പോഴേക്കും മാറ്റി നടാവുന്നതാണ്. മാറ്റി നട്ടതിന് ശേഷം കൃത്യം ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം കേട്ടോ. ഈ ഒരു 24x8 സൈസ് വരുന്ന ഗ്രോ ബാഗിൽ ഞാൻ പച്ചച്ചീര, ചുവന്ന ചീര, പാൽ ചീര, സുന്ദരി ചീര, മയിൽപീലി ചീര, റെഡ് റോസ് ചീര ഇതൊക്കെയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ കൂടുതൽ വളർന്നു നിന്നിരുന്നത് സുന്ദരി ചീരയാണ്. അതുകൊണ്ട് അത് തന്നെ ആദ്യം വിളവെടുത്തു കേട്ടോ. ആ വലിയ ഗ്രോ ബാഗിൽ കൂടാതെ ഇതുപോലെ 12x12 സൈസ് വരുന്ന ഗ്രോ ബാഗ്സിലും ഞാൻ ചീര നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം കീടശല്യമൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും ഈ സമയത്ത്. അതുകൊണ്ട് എല്ലാവരും ചീരയുടെ വിത്തുകൾ പാകി മുളപ്പിക്കണേ. പിന്നെ മാർച്ച് മാസത്തിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതാണ് വെണ്ടയ്ക്ക. ഇതൊരു ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇതും 24x8 സൈസ് വരുന്ന ഗ്രോ ബാഗ് ആണ്. അതിലൊരു 5-6 തൈകൾ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. പലതും പല വെറൈറ്റീസ് ആണ്. ആനക്കൊമ്പൻ വെണ്ട, റെഡ് വെണ്ട, 7 ലൈൻസ് ഓക്ര, അഞ്ചിത, ഇതുപോലെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാർച്ച് മാസത്തിൽ നട്ടു വളർത്താൻ പറ്റിയ വേറെ ഒരു വിളയാണ് വഴുതനങ്ങ. ഇതെന്റെ ഒരു തായ് റിബ്ഡ് ബ്രിഞ്ചോളിന്റെ ചെടിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് വലിയ കായാണെന്ന് നോക്കൂ. ഒരു കറി വെക്കാൻ ഈ ഒരു കായ തന്നെ ധാരാളം. ഇത് കണ്ടില്ലേ എന്ത് വലിപ്പമാണെന്ന്. എന്റെ കൈയുടെ അത്ര തന്നെ ഉണ്ട്. വഴുതനങ്ങ ഇതുപോലെ പല സൈസിലും ഷേപ്പിലും കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിത്തുകൾ ഏതാണോ അതൊക്കെ വാങ്ങിച്ച് നട്ടു നോക്കുക. പിന്നെ ഈ ഒരു മാസം നമുക്ക് നന്നായി വളർത്താൻ സാധിക്കുന്നത് തക്കാളിയാണ്. നേരത്തെ വഴുതനങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് തക്കാളിയും ഒരുപാട് സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടാവുന്ന വിത്തുകളൊക്കെ വാങ്ങിച്ച് നട്ടു നോക്കുക. പിന്നെ ഈ മാസം നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് പടർന്നു വളരുന്ന വെജിറ്റബിൾസ് ആയ പാവയ്ക്ക, പീച്ചിങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, ഈ പറഞ്ഞതെല്ലാം തന്നെ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ചുരക്ക, ബട്ടർനട്ട്, സ്ക്വാഷ് ഇതൊക്കെ ഈ മാസം വളർത്താവുന്നതാണ്. പിന്നെ നമുക്ക് ഈ മാസം വളർത്താവുന്നത് പല ടൈപ്പിലുള്ള കുക്കുംബറുകളും കണിവെള്ളരിയും ഒക്കെയാണ്. പിന്നെ മെലൺസും ഈ മാസം നല്ലവണ്ണം വളരും. ഈ കാണുന്ന 3 കണ്ടില്ലേ, അത് മസ്ക് മെലൻ ആണ് കേട്ടോ. ഇതൊരു വെറൈറ്റി, ഇത് 2 വേറെ വെറൈറ്റി ആണ് കേട്ടോ. ഇത് കജാരി മെലൻ ആണ്. കജാരി മെലൻ ഞാൻ കഴിഞ്ഞ വർഷവും വളർത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കജാരി മെലൻ തന്നെയാണ് കേട്ടോ. ഒന്ന് ബ്ലാക്ക് കവറിലും ഒന്ന് വൈറ്റ് കവറിലും. പിന്നെ ഇത് ഹൈബ്രിഡ് മസ്ക് മെലൻ ആണ്. ഇപ്രാവശ്യം ഞാൻ 3 ടൈപ്പ് മസ്ക് മെലൻ ആണ് നട്ടിരിക്കുന്നത്. പിന്നെ 2 തക്കാളിയുടെ പുറകിലെ ഒരു കായ കണ്ടില്ലേ, അത് ഹണി ഡ്യൂ മെലൻ ആണ് കേട്ടോ. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതും കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ പൊട്ടുവെള്ളരി നടാൻ പറ്റിയ സമയമാണ്. ഈ പൊട്ടുവെള്ളരിയുടെ ചെടി ഞാൻ ജാനുവരി ഫസ്റ്റ് വീക്കിൽ നട്ടതാണ് കേട്ടോ. എനിക്ക് ഫെബ്രുവരി 23 ആയപ്പോഴേക്കും ആദ്യത്തെ വിളവെടുക്കാൻ കിട്ടി. ഇത് 2ാമത്തെയും 3ാമത്തെയും കായകളാണ് ഉണ്ടാകുന്നത്. ഒരു പൂതേ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിനെ നമുക്ക് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് കൂടാതെ കാനറി മെലന്റെ തൈ കൂടി ഉണ്ട്. അതില് കായ ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന കുറച്ച് തൈകളും നടാനുണ്ട്. മുളകിന്റെയും വഴുതനങ്ങയുടെയും തക്കാളിയുടെ 2 ചെടിയും ഉണ്ട് കേട്ടോ. മുളകിന്റെ തൈകളുടെ ഒക്കെ കോലം കണ്ടില്ലേ, എന്റെ പൂച്ചക്കുട്ടികൾ ഇലകൾ കടിച്ചു തിന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി നടണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.